മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാനിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം. ബജറംഗൾ ആക്രമണം പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ. എന്താ പറയുകയെന്ന് പറഞ്ഞാൽ ഒരാളുടെ മതപരിവർത്തനം, ഈ മതത്തിൽ ജനിച്ച് ഏത് മതത്തിലോ ജാതിയിലോ നിറത്തിലോ ഏത് വർഗത്തിലോ ജനിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും വേണം, എല്ലാ രാജ്യങ്ങളിലും വേണം. ഈ മതപരിവർത്തനം അത് സ്വന്തം സമ്മതപ്രകാരമാണെങ്കിൽ കൂടി തന്നെ അത് അത്ര വലിയ കുറ്റകരമായ കാര്യമൊന്നുമല്ല. അതിന് നേരെ ഇങ്ങനെ ആക്രമിക്കുക വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും വേദന ഉള്ള പോലെയാണ് മറ്റൊരു ആളുടെ ശരീരത്തിനും വേദന ഉണ്ടാകുന്നത്. അതുപോലെയാണ് സ്വന്തം ഇപ്പോൾ ഒരു അമ്പലം നശിപ്പിക്കുന്ന പോലെ തന്നെയാണ് പള്ളിക്ക് നേരെ ആക്രമണം ചെയ്യുന്നത്. അമ്പലവും പള്ളിയും ഒക്കെ ഒരു വിശുദ്ധമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെയുള്ളവരെ കയറി ആക്രമണം, മറ്റുള്ളവരെ കയറി ആക്രമിക്കാൻ ചിന്തിക്കുക ഒരു ദൈവങ്ങൾക്കും ഇഷ്ടപ്പെടില്ല. കാരണം ഈ ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി ദേവോ ഭവ, ഇവർ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നതാണല്ലോ ഈ ക്രിസ്ത്യൻ മതം, മറ്റേ മുസ്ലിം മതമൊക്കെ. അപ്പം അങ്ങനെയുള്ള മതങ്ങളിലൊക്കെയാണ് നമ്മൾ അതിഥികൾ ദേവതകളെ പോലെ പൂജിക്കണം. നമ്മൾ ദേവതകളെ പോലെ, അവരും മനുഷ്യരാണ്. അപ്പം അവരുടെ ഒരു രീതിക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഈ കയറി ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കൾക്ക് ശരിക്കും യോജിക്കുന്ന പരിപാടിയല്ല. ഹിന്ദുക്കളല്ല അവർ. ഒരു മതവും മറ്റൊരു മതത്തെ തള്ളി പറയാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. എന്നിരുന്നാലും അത്ര പേരെ ആക്രമിക്കാൻ, എല്ലാവരും ദൈവത്തിനുവേണ്ടി എല്ലാവരും തുല്യത തന്നെയാണ്. മതങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. ഇതുപോലുള്ള ക്രൂരന്മാരൊക്കെയാണ് ഈ ഹിന്ദുക്കൾക്കുള്ള അപവാദം വരുത്തി വയ്ക്കണത്. മതപരിവർത്തനം അതിപ്പോൾ എനിക്കൊരു മതം മാറണമെങ്കിൽ അത് എൻ്റെ ഒരു അവകാശമാണ്, എൻ്റെ ഇഷ്ടപ്രകാരമാണ്. അത് മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മതം മാറാനൊന്നും പോണില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും മറ്റു മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാതിരിയുള്ള ആക്രമണം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മതങ്ങൾക്ക് തന്നെ, അത് ക്രിസ്ത്യൻ മതത്തിലുള്ളവരെ ആക്രമിച്ചാലും ഹിന്ദു മതത്തിലുള്ള മുസ്ലിം മതത്തിലുള്ള ആക്രമിച്ചാൽ ആ മതത്തിന് ഇങ്ങനെ ആക്രമണം നടത്തുന്ന ആ മതത്തിന് തന്നെ കളങ്കമാണ്.